നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് യുദ്ധങ്ങളില്ലാത്ത ഒരു ലോകം, അണ്വായുധങ്ങളില്ലാത്ത ഒരു ലോകം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലോക സഹോദരങ്ങളെ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വക്കിലാണ് നാം. നമ്മുടെ മുന്നിൽ ഒന്ന് യുദ്ധത്തിൻ്റെ വഴി, മറ്റൊന്ന് മനുഷ്യകുലത്തിൻ്റെ വഴി. ഒരു വഴി തീയും രക്തവും നിറഞ്ഞതാണ്, മറ്റൊരു വഴി സമാധാനവും ശാന്തിയും നിറഞ്ഞതാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന മനുഷ്യൻ്റെ ഭാവിക്ക് വേണ്ടിയാണ്. ആരും യുദ്ധം ജയിക്കുന്നില്ല, എല്ലാവരും യുദ്ധത്തിൽ നഷ്ടപ്പെടുകയാണ്. ഒരു യുദ്ധം തുടങ്ങാൻ ചില നിമിഷങ്ങൾ മതി, എന്നാൽ യുദ്ധത്തിൻ്റെ വേദന തലമുറകൾ അനുഭവിക്കേണ്ടി വരും. ഒരു ബോംബ് വീഴുമ്പോൾ ഒരു സൈനികൻ മാത്രമല്ല മരിക്കുന്നത്, ഒരമ്മയുടെ സ്വപ്നങ്ങളാണ് മരിക്കുന്നത്, ഒരു കുഞ്ഞിൻ്റെ ഭാവിയാണ് മരിക്കുന്നത്, ഒരു കുടുംബത്തിൻ്റെ പ്രകാശമാണ് അണയുന്നത്, രാജ്യങ്ങളുടെ മനുഷ്യത്വമാണ് തകർന്നു വീഴുന്നത്. ഇന്ന് ലോകം സാങ്കേതിക വിദ്യയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യൻ വലിയ വിപ്ലവകരമായ കണ്ടെത്തലുകൾ നടത്തി, കൃത്രിമ ബുദ്ധി സൃഷ്ടിച്ചു. രോഗങ്ങളെ ജയിക്കുവാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചോദ്യം: മനുഷ്യൻ ഇത്ര മുന്നേറിയിട്ടും ഇനിയും എന്തുകൊണ്ട് പരസ്പരം മനുഷ്യർ തമ്മിൽ കൊല്ലുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ പരസ്പരം കൊല്ലുന്നു? ആണവ ആയുധങ്ങൾ വഴി മനുഷ്യരാശിയെ ഒരു നിശബ്ദ മരണഘോഷത്തിലേക്കാണ് നയിക്കുന്നത്. ഒരു ആണവ ബോംബ് ഒരു നഗരത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അത് മനുഷ്യൻ്റെ ആത്മാവിനെ തന്നെയാണ് കത്തിച്ചു കളയുന്നത്. ഒരു ബട്ടൺ അമർത്തിയാൽ ലക്ഷക്കണക്കിന് ജീവൻ ഒരു നിമിഷം കൊണ്ട് ചാരമായി മാറും. ആകാശം കരിയും, ഭൂമി വിഷമയമായി മാറും, നദികൾ മരിക്കും, കുട്ടികൾ രോഗികളാവും, ഭാവി ഇരുണ്ടുപോകും. ഇത് വിജയമല്ല, ഇത് സംസ്കാരത്തിൻ്റെ ആത്മഹത്യയാണ്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഭയത്തിൻ്റെ സുരക്ഷയുടെ പേരിൽ ആയിരക്കണക്കിന് ആണവായുധങ്ങൾ നിർമ്മിച്ച് സൂക്ഷിക്കുന്നു. ഓർക്കുക, ഭയം ഒരിക്കലും സമാധാനം സൃഷ്ടിക്കില്ല. ഭയത്തിൽ നിന്ന് ജനിക്കുന്നത് സംശയമാണ്, സംശയത്തിൽ നിന്ന് ജനിക്കുന്നത് ശത്രുതയാണ്, ശത്രുതയിൽ നിന്ന് ജനിക്കുന്നത് യുദ്ധമാണ്. നമുക്ക് വേണം പുതിയൊരു ലോക ദർശനം, നമുക്ക് വേണം പുതിയ ഒരു ലോക ആശയം. രാജ്യങ്ങൾ ശക്തിയിൽ മത്സരിക്കരുത്, മനുഷ്യത്വത്തിൽ മത്സരിക്കണം. ആരാണ് കൂടുതൽ ആയുധം നിർമ്മിക്കുന്നതെന്ന് അല്ല പ്രാധാന്യം, ആരാണ് കൂടുതൽ ലോക ജനതയുടെ വിശപ്പില്ലാതാക്കുന്നു എന്നതാണ് കാര്യം. ഏത് രാജ്യമാണ് കൂടുതൽ മനുഷ്യത്വം, കരുണ, സ്നേഹം, മാനവ സ്നേഹം കാണിക്കുന്നത് എന്നതാണ് പ്രാധാന്യം. ആരാണ് കൂടുതൽ ബോംബുകൾ ഉണ്ടാക്കുന്നത്, ആരാണ് കൂടുതൽ അണ്വായുധങ്ങൾ നിർമ്മിച്ച് സൂക്ഷിക്കുന്നത് എന്നതല്ല, ആരാണ് കൂടുതൽ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത്, ആരാണ് കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നത്, ആരാണ് സൗജന്യ ഭക്ഷണം നൽകുന്നത് എന്നതാണ് പ്രാധാന്യം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആയുധമല്ല, കരുണയാണ്, സ്നേഹമാണ്, ഐക്യമാണ്. ലോകരാജ്യങ്ങളെ ഒരു യുദ്ധരഹിത ലോകം അസാധ്യമല്ല. ഒരിക്കൽ അടിമത്തം സാധാരണമായിരുന്നു, പിന്നീട് ലോകം അത് അടിമത്തം അവസാനിപ്പിച്ചു. അതുപോലെ ഈ യുദ്ധങ്ങളും ലോക ജനത വിചാരിച്ചാൽ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയും. ഒരിക്കൽ രാജാക്കന്മാരുടെ ക്രൂരത സാധാരണമായിരുന്നു, പിന്നീട് ജനാധിപത്യം വന്നു. മനുഷ്യർ കരുതിയിരുന്നു ലോകം ഒരിക്കലും മാറില്ല എന്നാൽ ലോകം മാറി. ഓരോ വലിയ മാറ്റവും ആദ്യം ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് യുദ്ധമില്ലാത്ത ലോകവും ഒരു സ്വപ്നമല്ല. യുദ്ധങ്ങളില്ലാത്ത ലോകം ഒരു അത്യാവശ്യ പ്രധാന തീരുമാനമാണത്. അതുകൊണ്ട് നമ്മൾ ഒരു അത്യാവശ്യ പ്രധാന തീരുമാനമെടുക്കണം. നമുക്കും വേണം യുദ്ധമില്ലാത്ത ഒരു ലോകം, നമുക്ക് വേണം
അണവായുധങ്ങളില്ലാത്ത ലോകം. നമുക്ക് വേണം കരുണയുടെ ലോകം, സ്നേഹത്തിൻ്റെ. നമുക്ക് വേണം സമാധാനത്തിൻ്റെ ലോകം. നമുക്ക് വേണം സന്തോഷത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ ഒരു ലോകം. ലോകം എന്തു ചെയ്യണം? എല്ലാ രാജ്യങ്ങളും എല്ലാ അണവായുധങ്ങളും ഘട്ടഘട്ടമായി നശിപ്പിക്കണം. ഞാൻ പറയുന്നു, എല്ലാ രാജ്യങ്ങളും എല്ലാ അണവായുധങ്ങളും ഘട്ടം ഘട്ടമായി നശിപ്പിക്കണം. നിങ്ങളെല്ലാവരും പറയണം, എല്ലാവരും ചിന്തിക്കണം. മനുഷ്യനെ നശിപ്പിക്കാൻ സൃഷ്ടിച്ചതിനെ മനുഷ്യൻ തന്നെ അവസാനിപ്പിക്കണം. എല്ലാ അണവായുധങ്ങളും എല്ലാ രാജ്യങ്ങളും പൂർണ്ണമായി നശിപ്പിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ രാജ്യങ്ങളും എല്ലാവിധ അണുവായുധ നിർമ്മാണങ്ങളും പൂർണ്ണമായി നിർത്തലാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ആയുധ നിർമ്മാണ ചിലവ് തുക മനുഷ്യക്ഷേമത്തിനായി ചിലവിടണം. രാജ്യങ്ങൾ സൗജന്യ ആശുപത്രികൾ, ഭക്ഷണശാലകൾ, സൗജന്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ എന്നിവ നിർമ്മിച്ച് സാധുജനങ്ങളെ സംരക്ഷിക്കണം. ലോകരാജ്യങ്ങൾക്കിടയിൽ സ്ഥിരമായ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി സമാധാന കൗൺസിൽ രൂപീകരിക്കണം. സമാധാന ചർച്ചകൾ വഴി യുദ്ധം ഒഴിവാക്കണം. ഞാൻ വീണ്ടും പറയുന്നു, സമാധാന ചർച്ചകൾ വഴി ലോകരാജ്യങ്ങൾ യുദ്ധം ഇല്ലായ്മ ചെയ്യണം. യുദ്ധങ്ങൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം. കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, ഉത്തേജനം നൽകുന്ന വിദ്യാഭ്യാസമല്ല. കുട്ടികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസം സമാധാനത്തിൻ്റെ പ്രാധാന്യം, ശാന്തിയുടെ പ്രസക്തി, സമാധാന ചർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാക്കുന്ന സമാധാന വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണം. കുട്ടികളെ ശത്രുത പഠിപ്പിക്കാതെ സ്നേഹം പഠിപ്പിക്കണം. കുട്ടികളെ ശത്രുത പഠിപ്പിക്കാതെ സ്നേഹവും സാഹോദര്യവും പഠിപ്പിക്കണം. ശത്രുത പഠിപ്പിക്കുന്ന ലോകം എപ്പോഴും യുദ്ധം സൃഷ്ടിക്കും. സമാധാനം പഠിപ്പിക്കുന്ന ലോകം എപ്പോഴും സമാധാനം സൃഷ്ടിക്കും. അതുകൊണ്ട് എല്ലാവരും സമാധാനം നിറഞ്ഞ ഒരു ലോകത്തെ സ്വപ്നം കാണണം. എപ്പോഴും സമാധാനത്തിന് വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കണം. അതിനുവേണ്ടി എല്ലാ പ്രയത്നങ്ങളും ചെയ്യണം. മനുഷ്യൻ്റെ ക്ഷേമം, സമാധാനം ആദ്യം എന്ന ചിന്ത വളർത്തുക. മനുഷ്യൻ്റെ ക്ഷേമമാണ് മുഖ്യം, മനുഷ്യരുടെ സമാധാനമാണ് പ്രാധാന്യം എന്ന് ചിന്തിക്കുക. എല്ലാവരുടെയും കണ്ണുനീരിന് എല്ലായിടത്തും ഒരേ രുചിയാണ്. എല്ലാവരുടെയും രക്തത്തിന് എല്ലാ രാജ്യത്തും ഒരേ നിറമാണ്. ലോകജനങ്ങളെ, ഭൂമിയുടെ ഉടമകൾ നമ്മളല്ല, ഭാവി തലമുറയുടെ രക്ഷാധികാരികൾ മാത്രമാണ് നാം. ഓർക്കുക, ലോകജനങ്ങളെ, ഭൂമിയുടെ ഉടമകൾ നമ്മളല്ല. നമ്മുടെ കുട്ടികൾ കേൾക്കേണ്ടത് ബോംബിങ്ങിൻ്റെ, പൊട്ടിത്തെറികളുടെ ശബ്ദമല്ല, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഗാനമാണ്. അവർക്ക് വിഷവായുവല്ല വേണ്ടത്, ശുദ്ധമായ ആകാശമാണ്. അവർക്ക് ഭയത്തിൻ്റെ ലോകമല്ല വേണ്ടത്, സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ ലോകമാണ്. ഇന്ന് നാം ഒരു പ്രതിജ്ഞ എടുക്കണം. ഞങ്ങൾ യുദ്ധത്തെ മഹത്വവൽക്കരിക്കില്ല. ഞങ്ങൾ മനുഷ്യരായി സ്നേഹിക്കും. ഞങ്ങൾ മനുഷ്യരെ സഹായിക്കും. ഞങ്ങൾ സമാധാനത്തിനായി എപ്പോഴും ചിന്തിക്കും, സംസാരിക്കും. ഞങ്ങൾ യുദ്ധരഹിത ലോകത്തിനായി, അണവായുധ രഹിതമായ ഒരു ഭൂമിക്കായി പോരാടും. കാരണം ഈ ഭൂമി ഒരു രാജ്യത്തിൻ്റെ മാത്രം സ്വത്തല്ല. കാരണം ഈ ഭൂമി ഒരു ഭരണാധികാരിയുടെ മാത്രം സ്വത്തല്ല. കാരണം ഈ ഭൂമി എല്ലാവരുടെയുമാണ്. കാരണം ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ ഭൂമിയുടെ സമ്പത്ത്, വിഭവങ്ങൾ ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല, അത് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഈ ഭൂമി മുഴുവൻ മനുഷ്യരാശിയുടെയും വീടാണ്. അതുകൊണ്ട് ലോക സമാധാനത്തിനായി നാം പോരാടണം. അതിനായി നാം പ്രയത്നിക്കണം. യുദ്ധങ്ങൾ വഴി പാവങ്ങളെ കൊന്നു കൂട്ടുന്നവനല്ല യഥാർത്ഥ ഭരണാധികാരി. പാവങ്ങളെ യുദ്ധങ്ങൾ വഴി
കൊന്നൊടുക്കുന്നവനല്ല ലോക നേതാവ്. ഒരു ദിവസം വരും രാജ്യങ്ങൾ അതിർത്തികളെക്കാൾ മനുഷ്യര് വിലമതിക്കുന്ന ദിവസം. ഒരു ദിവസം വരും മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ദിവസം. ഒരു ദിവസം വരും സൈനിക ഫാക്ടറികൾ സ്നേഹാതുരാലയങ്ങളും ആശുപത്രികളുമാകുന്ന ദിവസം. ഒരു ദിവസം വരും മിസൈലുകളും അണുബോംബുകളും നിർമ്മിക്കുന്നതിന് പകരം സ്നേഹത്തിൻ്റെ, കരുണയുടെ, സമാധാനത്തിൻ്റെ ആശയങ്ങൾ, പുസ്തകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ദിവസം. അന്ന് മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ സംസ്കാരമുള്ളവനാകും. ആ ദിവസം തുടങ്ങേണ്ടത് ഇവിടെയാണ്. ആ ദിവസം ആരംഭിക്കേണ്ടത് ഇവിടെ നിന്നാണ്. ആ ദിവസം, ആ മാറ്റം ആരംഭിക്കേണ്ടത് ഇപ്പോഴാണ്. ആ മാറ്റം ആരംഭിക്കേണ്ടത് നമ്മിൽ നിന്നാണ്. കാരണം സമാധാനം യുദ്ധമില്ലായ്മ മാത്രമല്ല, മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കുന്ന അവസ്ഥയാണ് സമാധാനം. മനുഷ്യഹൃദയങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും ആശ്വാസവും നിറയ്ക്കുന്ന അവസ്ഥയാണ് ലോകസമാധാനം. ആയതിനാൽ പ്രിയരെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കുക. അത് വിശ്വമാനവ സ്നേഹമായി, സ്നേഹഗംഗയായി ഒഴുകട്ടെ. അത് ഭൂമിയിൽ പുണ്യഗംഗയായി ഒഴുകട്ടെ. അത് ഈ ഭൂമിയിൽ നിറയട്ടെ. ഒരു കഥ പറയാം. പണ്ടൊരിക്കൽ മലകളും നദികളും ഇടകലർന്ന 2 മഹാരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യഗിരി, ചന്ദ്രവനം എന്നായിരുന്നു ആ രാജ്യങ്ങളുടെ പേര്. ഇരു രാജ്യങ്ങളും ഫലയിഷ്ടവും സമ്പന്നവുമായിരുന്നു. ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. എന്നാൽ ഒരു ചെറിയ നദിയുടെ ജലം പങ്കുവയ്ക്കുന്നതിനെപ്പറ്റി, നദിയുടെ അതിർത്തിയെ ചൊല്ലി ഇരു രാജ്യങ്ങളും ശത്രുതയിലായി. ഈ നദി ഞങ്ങളുടേതാണെന്ന് 2 രാജാക്കന്മാരും തർക്കിച്ചു. ശത്രുത വളർന്നു. അത് യുദ്ധമായി പരിണമിച്ചു. 2 രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് കുതിച്ചു. വാളുകൾ ചലിച്ചു. യുദ്ധഭൂമി തീപിടിച്ചു. അതിർത്തിയിൽ താമസിച്ചിരുന്ന ഒരു വ്യർത്ഥ സന്യാസി യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നു. സമയം സായം സന്ധ്യയായിരുന്നു. സൈനികർ ചിരിച്ചട്ടഹസിച്ചു. അയാളുടെ കയ്യിൽ ചെറിയ ഒരു കത്തിച്ച വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വൃദ്ധൻ യുദ്ധം തടയുമോ? സൈനികർ ആർത്തു ചിരിച്ചു. സന്യാസി ഒന്നും പറഞ്ഞില്ല. അയാൾ യുദ്ധഭൂമിക്ക് നടുവിൽ ഒരു ചെറിയ കുഴി കുഴിച്ചു. കയ്യിൽ കരുതിയിരുന്ന 2 വിത്തുകൾ ആ കുഴിയിലേക്കിട്ടു നട്ടു. രാജാക്കന്മാർ അത് അത്ഭുതത്തോടെ നോക്കി. സന്യാസി പറഞ്ഞു, നാളെ നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. എന്നാൽ ഈ വിത്തുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം ചെയ്യാവൂ. അടുത്ത ദിവസം വന്നെത്തി. യുദ്ധത്തിന് മുമ്പേ രാജാക്കന്മാർ അത്ഭുതം കണ്ടു. രാത്രിയിൽ മഴ പെയ്തിരുന്നു. 2 വിത്തുകളും മുളച്ചു വന്നു. ഓരോ ചെറിയ പച്ചിലകൾ ഭൂമിയെ ചുംബിച്ചു നിൽക്കുന്നു. 2 വിത്തുകളും മുള പൊട്ടിയിരിക്കുന്നു. സന്യാസി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ചെറിയ ചെടികൾ തമ്മിൽ യുദ്ധം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഈ അതിർത്തിയിൽ നട്ട, ഈ യുദ്ധഭൂമിയിൽ നട്ട ഈ ചെടികൾ 2 ഇലകൾ പൊട്ടിയത്? 2 വിത്തുകൾക്കും ഒരേ മണ്ണും ഒരേ മഴയും ഒരേ സൂര്യപ്രകാശവുമാണ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഈ വിത്തുകൾ തമ്മിൽ യുദ്ധം ചെയ്യാതിരുന്നത്? മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ? ഈ വിത്തുകളെക്കാൾ എന്ത് വിശേഷതയാണ് മനുഷ്യനുള്ളത്? നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒരേ ഭൂമിയിൽ നിന്നാണ്. നിങ്ങളുടെ രക്തത്തിന് നിറം ഒന്നാണ്. നിങ്ങളുടെ അമ്മമാരുടെയും ഭാര്യമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിന് ഒരേ രുചിയാണ്. ഈ യുദ്ധത്തിൽ നിങ്ങൾ മരിച്ചു വീണാൽ കരയുന്നത് നിങ്ങളുടെ അമ്മമാരും ഭാര്യമാരും കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ എന്തിനാണ് ഈ യുദ്ധം? യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. എല്ലാവരും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്.
സൂര്യഗിരി രാജാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ വാൾ നിലത്തിട്ടു. ചന്ദ്രമണം രാജാവും കരഞ്ഞു. വാൾ നിലത്തിട്ടു. രാജാക്കന്മാർ തമ്മിൽ പരസ്പരം കൈകൾ കോർത്തു. സന്യാസി പറഞ്ഞു, രാജാക്കന്മാരെ, യുദ്ധത്തിൽ ജയിക്കുന്നവൻ ശക്തനായവനല്ല, യുദ്ധം നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ലോകരാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ. യുദ്ധം ചെയ്യുന്നവനല്ല ശക്തൻ, യുദ്ധം നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഇതൊരു മുന്നറിയിപ്പാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. എല്ലാ ജനങ്ങളും ഈ മുന്നറിയിപ്പ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കിനി യുദ്ധം വേണ്ട. നമുക്കിനി അണുവായുധങ്ങൾ വേണ്ട. ഈ ലോകത്തിലെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആയുധങ്ങൾ നശിപ്പിക്കണം. പകരം അണുവായുധങ്ങൾ നിർമ്മിക്കുന്ന തുക കൊണ്ട് വിശക്കുന്നവൻ്റെ വിശപ്പടക്കണം, രോഗികളുടെ രോഗം മാറ്റണം, ദാരിദ്ര്യത്തിലാണ്ടവരെ സഹായിക്കണം. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന ഈ കാട്ടുനീതി ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ലോകം മാറി ചിന്തിക്കണം. സന്യാസി പറഞ്ഞത് കേട്ട് 2 രാജാക്കന്മാരും യുദ്ധം അവസാനിപ്പിച്ചു. ഇവിടെ ആ ഭൂമി സമാധാന ഭൂമിയായി മാറി. അന്നു മുതൽ അവർ ആ നദിക്കൊരു പുതിയ പേരിട്ടു, സ്നേഹനദി. കാരണം ആ ദിവസം അവർ മനസ്സിലാക്കി, ഭൂമി മനുഷ്യർക്കായി സൃഷ്ടിച്ചതാണ്, മനുഷ്യനെ നശിപ്പിക്കാനല്ല ഭൂമി സൃഷ്ടിച്ചത്. ഓർക്കുക ലോകരാജ്യങ്ങളെ, ഭൂമി മനുഷ്യനായി സൃഷ്ടിച്ചതാണ്. ഭൂമി ലോകരെ, മനുഷ്യരെ നശിപ്പിക്കാനല്ല. നിങ്ങളുടെ അഹങ്കാരം അവസാനിപ്പിക്കൂ. ഒരു ദിവസം നിങ്ങളുടെ ശ്വാസവും നിലയ്ക്കും. നന്ദി, നമസ്കാരം.